പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ പൊന്നാനി സ്വദേശിനിയുടെ പരാതി അട്ടിമറിക്കാൻ പോലീസിന്റെ നീക്കമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പരാതി നൽകി 2 ദിവസമായിട്ടും 48 മണിക്കൂറായിട്ടും പോലീസ് FIR ഇട്ടിട്ടില്ല. ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പരാതി നൽകിയെങ്കിലും പ്രാഥമിക അന്വേഷണം പൂർത്തിയായ ശേഷം മാത്രമേ FIR രജിസ്റ്റർ ചെയ്യൂ എന്നാണ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. ലളിത് കുമാരി കേസിൽ സുപ്രീം കോടതി വിധി വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഇത്തരം കേസുകളിൽ പ്രാഥമിക അന്വേഷണമല്ല ആദ്യം വേണ്ടത് കേസ് രജിസ്റ്റർ ചെയ്യുക എന്നതാണ്. അതാണ് പോലീസ് ഇവിടെ പാലിക്കാതെ പോയത്. മറുപടി പറയേണ്ടി വരും. SP സുജിത് ദാസ്, DYSP ബെന്നി, CI വിനോദ് എന്നിവർക്കെതിരെയാണ് പൊന്നാനി സ്വദേശിനിയുടെ പരാതി. TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. TV പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. പൊന്നാനിയിൽ തന്നെ ഉണ്ട് TV പ്രസാദ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് നമ്മൾ 48 മണിക്കൂറുകൾക്ക് മുമ്പ് കേരളത്തെ അറിയിച്ച വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ തുടർ നീക്കങ്ങൾ ഉണ്ടാവുന്നില്ല പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ളത് വളരെ നിരാശാജനകമാണ്. ഞാനും ഒരുപാട് നിയമവിദഗ്ധരുമായി ഇന്നലെ സംസാരിച്ചിരുന്നു. അവരെല്ലാവരും പറയുന്നത് 2013 ലളിത് കുമാരി കേസിനു ശേഷം ഇത്തരത്തിലൊരു കുറ്റകൃത്യം പോലീസ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടാലോ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതിയായി ലഭിച്ചാലോ ആദ്യം FIR ഇടുക, പിന്നീട് അന്വേഷണം നടത്തുക. ഇതാണ് നിയമത്തിൻ്റെ സ്വാഭാവികമായ രീതി. പക്ഷേ ഇത് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടിരിക്കുന്ന ഈ കേസ് എന്നുള്ളത് വളരെ ഗുരുതരമായ വിവരമാണ്. എനിക്ക് തോന്നുന്നു ഈ യുവതി നാളെ കോടതിയിൽ പോയാൽ വലിയ തിരിച്ചടി വരും ഈ അന്വേഷിക്കുന്ന സംഘത്തിന്. വീണ്ടും ഈ അന്വേഷണ സംഘം പൊതുസമൂഹത്തിന് മുന്നിൽ തൊലിയുരിക്കപ്പെടാൻ പോവുകയാണോ TV പ്രസാദ്? ഗുഡ് മോർണിംഗ് അരുൺ. അങ്ങനെ തന്നെ കരുതേണ്ടി വരും. കാരണം എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിയുള്ള ഒരു നീക്കമാണ് ഈ പരാതിയിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് 2 ദിവസമായി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. 1 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് 2 ദിവസം പൂർത്തിയാവുകയാണ്. ഇന്നലെ ഈ യുവതി നേരിട്ടെത്തി പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ അട്ടിമറി നീക്കം പ്രധാനമായും തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ മലപ്പുറം ജില്ലാ അഡീഷണൽ SP കൊണ്ട് പ്രാഥമിക അന്വേഷണം നടത്തി ഒരാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ് SP കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. ആ റിപ്പോർട്ട് പ്രകാരം പരാതി വ്യാജമാണെങ്കിൽ ആ പരാതി തള്ളാനുള്ള നീക്കമാണ് ഇപ്പോൾ പോലീസ് കേന്ദ്രങ്ങളിൽ നിന്ന് നടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഗുരുതരമായ ചട്ടലംഘനമാണ് പോലീസ് നടത്തുന്നത്. അരുൺ നേരത്തെ പറഞ്ഞതുപോലെ ലൈംഗിക ആരോപണങ്ങളിൽ പരാതി ഉയർന്നാൽ ആ പരാതി പോലീസിൻ്റെ മുന്നിലെത്തിയാൽ FIR ഇട്ടിട്ടല്ലാതെ ഒരു പ്രാഥമിക അന്വേഷണം നടത്തുക സാധ്യമല്ല. അതുതന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമുണ്ടായ വെളിപ്പെടുത്തലുകൾ നടത്തിയവർ കൊടുത്ത പരാതിയിൽ അപ്പോൾ തന്നെ FIR രജിസ്റ്റർ ചെയ്യാനുള്ള കാരണം. ഇത് പോലീസിനെതിരെയാകുമ്പോഴാണ് പോലീസ് അവരുടേതായ രീതിയിൽ ആ പരാതി അട്ടിമറിക്കാനുള്ള വലിയ നീക്കം നടത്തുന്നത്. മാത്രമല്ല അരുൺ, ഇവിടെ ഇന്ന് സർവീസിലുള്ള സ്ത്രീ പരാതി ഉന്നയിച്ച CI വിനോദ് തന്നെ പരസ്യമായി ഈ സ്ത്രീ ഒരു മോശപ്പെട്ട സ്ത്രീയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തി എന്നുള്ളതാണ്. അതായത് ഈ സ്ത്രീയുടെ ആരോപണ വിധേയനായ സർവീസിലിരിക്കുന്ന CI തന്നെയാണ് ഇത് പറഞ്ഞത്. ഹണി ട്രാപ്പുമായി ബന്ധപ്പെട്ട കേസുകളിൽ പ്രതിയാണെന്ന രീതിയിൽ പറഞ്ഞു. പക്ഷേ അങ്ങനെ ഒരു കേസ് പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോൾ എവിടെയും നമുക്ക് കാണാനില്ല. ആളുകളിൽ നിന്ന് പണം തട്ടുന്ന രീതിയിലുള്ള പരാതികളുമായി പോകുന്നവരാണെന്ന് പറഞ്ഞു. അങ്ങനെയും ഒരു പരാതിയും എവിടെയും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. ചുരുക്കത്തിൽ ഈ ആരോപണം ഉന്നയിച്ച ഈ വനിതയെ പൊതുസമൂഹത്തിൽ മോശക്കാരിയാണെന്ന് ചിത്രീകരിച്ചുകൊണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ അന്വേഷണം അട്ടിമറിക്കുക എന്ന നീക്കം. അതിനൊപ്പമാണ് മലപ്പുറം SP-യുടെ അട്ടിമറിക്കാനുള്ള മറ്റൊരു നീക്കം. പ്രാഥമിക അന്വേഷണത്തിന് വേണ്ടി അഡീഷണൽ SP-യെ ചുമതലപ്പെടുത്തുന്നു എന്നുള്ളത്. അരുൺ നേരത്തെ പറഞ്ഞതുപോലെ പരാതിക്കാരി ഇനി കോടതിയെ സമീപിക്കുകയാണെങ്കിൽ ഉറപ്പായും അത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് തിരിച്ചടിയാകും എന്ന കാര്യം ഉറപ്പാണ്. അരുൺ, ഈ CI വിനോദിൻ്റെ കാര്യത്തിലാണെങ്കിൽ ദൃക്സാക്ഷികളേറെയുള്ള കേസുകളുമാണത്. ഈ അതിജീവിത മാത്രമല്ല, അതിജീവിതയുടെ ഒരു സുഹൃത്ത് അവിടെ ഉണ്ടായിരുന്നു, ഇവരുടെ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ സ്ഥലങ്ങളിൽ പരാതികളുമായി പോകുമ്പോൾ DYSP ബെന്നിയുടെ അടുത്തും SP സുജിത് ദാസിൻ്റെ അടുത്തും പരാതിയുമായി പോകുമ്പോൾ ഇവരുടെ മകനെ കൂടാതെ ഒരു കുടുംബ സുഹൃത്തും ഉണ്ടായിരുന്നു. അങ്ങനെ കൃത്യമായ സാക്ഷികളുള്ള ഒരു പരാതിയാണിത്. അതിലാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കായതുകൊണ്ട് തന്നെ അവർക്കനുകൂലമായ രീതിയിൽ ഇതിനെ മാറ്റി തീർക്കാനുള്ള വലിയ ശ്രമം നടത്തുന്നത്. ഉറപ്പായും ഇത് എല്ലാ നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും ലംഘനമാണ് എന്നുള്ളതാണ് അരുൺ. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് TV പ്രസാദ്. എന്തായാലും നമുക്ക് ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. യുവതി ഇന്ന് പ്രതികരിക്കുമോ എന്ന് നിശ്ചയമില്ല. യുവതി പ്രതികരിക്കുകയാണെങ്കിൽ അതും നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ചില പ്രേക്ഷകരെങ്കിലും ചോദിക്കുന്നുണ്ട്, ഈ പരാതി വ്യാജമാണോ എന്ന്.
ഈ പരാതി വ്യാജമാണോ അല്ലയോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയാണ് ഈ കേസിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണം. ഈ പരാതി വ്യാജമാണെങ്കിൽ ആ സ്ത്രീയെ അടക്കം പൊതുസമൂഹത്തിന്റെ മധ്യത്തിൽ നമ്മൾ കൊണ്ടുവരണം. മാധ്യമങ്ങളുണ്ടാവും. അതല്ല, പരാതിയിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയും ആവശ്യമുണ്ട്. ചില പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്, അവർ തമ്മിൽ ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമാണെങ്കിലോ അത് പരാതിയാവാത്തിടത്തോളം കാലം നമുക്കൊരു പ്രശ്നമില്ല. ഉഭയസമ്മത പ്രകാരമുള്ള ഇത്തരം ബന്ധങ്ങളിൽ പിന്നീട് വീട്ടമ്മമാർ അല്ലെങ്കിൽ യുവതികൾ പരാതി പറഞ്ഞാൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പുരുഷന്റെ അവസ്ഥയോ അത് മോശമാണ്. അത് കോടതി തന്നെ നിരീക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ വന്നാൽ തക്കതായിട്ടുള്ള ശിക്ഷ വ്യാജാരോപണം ഉന്നയിക്കുന്ന യുവതിക്ക് കിട്ടുകയും വേണം. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ തങ്ങൾ ഉഭയസമ്മത പ്രകാരമാണെങ്കിലും ഇത്തരം ബന്ധങ്ങൾ തുടരുമ്പോൾ എപ്പോഴെങ്കിലും തങ്ങളുടെ പദവിയുടെ പ്രിവിലേജ് തങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഉപയോഗിക്കുന്നുണ്ടോ എന്നത് ശ്രദ്ധേയമാണ്. ഇതാണ് ഏറ്റവും സൂക്ഷ്മമായ വിഷയം. അത് സമൂഹത്തിൽ നമ്മൾ പല മേഖലകളിൽ പണിയെടുക്കുന്ന ആളുകൾക്കും ഇത് ബാധകമാണ്. നിങ്ങളുടെ തൊഴിലിടങ്ങളിൽ നിങ്ങളൊരു സുപ്പീരിയർ ഓഫീസറാണെങ്കിൽ താഴെയുള്ള ജീവനക്കാരികളുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം നിങ്ങളുടെ പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്നതാണോ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അഥവാ പ്രിവിലേജിൻ്റെ ഒരു കണിക അതിലുണ്ടെങ്കിൽ, നിങ്ങൾ അധ്യാപകനാണെങ്കിൽ വിദ്യാർത്ഥികളോട് നിങ്ങൾ പെരുമാറുമ്പോൾ, നിങ്ങൾ ഒരു ഉടമസ്ഥനാണെങ്കിൽ നിങ്ങളുടെ തൊഴിലാളിയോട് നിങ്ങൾ പെരുമാറുമ്പോൾ, ഇതൊക്കെ നിങ്ങളുടെ പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഒരു അതിക്രമമായിട്ടാണ് പിന്നീട് വ്യാഖ്യാനിക്കപ്പെടുക. അതുകൊണ്ട് കൂടുതൽ സൂക്ഷിക്കുക തന്നെ വേണം എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളൂ. പക്ഷേ എന്താണെങ്കിലും ഒരു ലൈംഗിക പീഡന പരാതി പോലീസ് സ്റ്റേഷനിൽ പരാതിയായി എത്തിയാൽ, DGPക്കടക്കം രേഖാമൂലം പരാതി നൽകിയാൽ തീർച്ചയായും അതിൽ FIR ഇടുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. ഇനിയും വൈകും തോറും പോലീസിനെ സംബന്ധിച്ച് അത് ഗുരുതരമായ നിയമലംഘനമായി മാറും. കോടതിയിലേക്ക് പോയാൽ വളരെ തിരിച്ചടി ഉണ്ടാവുന്ന അവസ്ഥയായിട്ട് മാറുകയും ചെയ്യും. എന്തിനാണ് പോലീസും ആഭ്യന്തര വകുപ്പും ഇതിനെ കൂട്ടുനിൽക്കുന്നതെന്ന് ഇനിയും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, കേരളത്തിലെ ഏറ്റവും മികച്ച പോലീസിംഗ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പോലീസിംഗ് സംവിധാനമാണ് കേരളത്തിലുള്ളത്. പക്ഷേ എന്നാൽ അതിൽ MLAയോട് അപേക്ഷിച്ച് പരാതി പിൻവലിക്കാൻ പറയുന്ന ചില പുഴുക്കുത്തുകൾ കൂടി നമ്മുടെ ഈ സമൂഹത്തിലുണ്ട് എന്നത് പ്രേക്ഷകർ ഓർമ്മിക്കുക. അവരുടെ ചെയ്തികൾ കേട്ടാൽ നമ്മുടെ തല പെരുക്കും. അത്രയ്ക്ക് വലിയ കുറ്റകൃത്യങ്ങളിൽ പെടുന്ന ഒരു വിഭാഗം, ഒരു ന്യൂനപക്ഷം ഉദ്യോഗസ്ഥരും നമ്മുടെ ഈ ഫോഴ്സിങ്ങിലുണ്ട്. അധികാരത്തിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ.